2000-ഓളം വിളക്കുകൾ, അതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവ. ആ വിളക്കുകളുടെയും അവയുടെ സൂക്ഷിപ്പുകാരൻ്റെയും വിശേഷങ്ങളിലേക്ക് പോകാം. ജർമ്മനി, ഈജിപ്ത്, തുർക്കി, സ്വീഡൻ, ഓസ്ട്രിയ, ഇംഗ്ലണ്ട് തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണെണ്ണ വിളക്കുകളുടെ അപൂർവ ശേഖരം. റെയിൽവേയിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ, രാജകീയ കുതിരവണ്ടികളിൽ ഉപയോഗിച്ചിരുന്നവ, മരത്തിനൊപ്പം വിവിധ ലോഹങ്ങളിൽ തീർത്ത വിളക്കുകളും ഈ ശേഖരത്തിലുണ്ട്. ലൈറ്റ് ഹൗസിൽ 39 വർഷം എഞ്ചിനീയറായിരുന്ന ICR പ്രസാദ് ഈ ശേഖരം തുടങ്ങിയിട്ട് 3.5 പതിറ്റാണ്ടായി. വിരമിച്ച ശേഷം മുഴുവൻ സമയവും വിളക്കുകളെ സംബന്ധിച്ച പഠനത്തിലാണ് 68-കാരനായ പ്രസാദ്. എണ്ണ വിളക്കുകളുടെ പരിണാമം സംബന്ധിച്ച് 8 വർഷമായി ഗവേഷണം തുടരുന്നു. നമ്മളുടെ പഴയകാല വിളക്കുകൾ എന്ന് പറഞ്ഞാൽ പന്തങ്ങൾ രൂപം മാറിയിട്ടാണ് വിളക്കുകളായത്. ആ പന്തങ്ങളായതുകൊണ്ട് തന്നെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്കുള്ള ഒരു തിരിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ നിന്ന് ലോപിച്ചിട്ടുള്ള വിളക്കുകളാണ് നമ്മൾക്കുണ്ടായിരുന്നത്. പിന്നെ ആ സൈഡിലേക്കുള്ള തിരി വരുന്ന സത്യത്തിൽ ആ ഇസ്ലാമിക് ഇൻവേഷൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ യൂറോപ്യൻ ഇൻവേഷനിലും ചില വിളക്കുകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം അവരുടെ കൊഴുപ്പ് കത്തിക്കുന്ന വിളക്കുകളുണ്ടായിരുന്നു. ആ കൊഴുപ്പ് കത്തിക്കുന്ന വിളക്കുകൾ മാറിയിട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസും നമ്മളുടെ വിളക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല മാറ്റങ്ങളും നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് 2-ാം നൂറ്റാണ്ടിൽ വിളക്കിൽ കയറിയ പക്ഷി പല രൂപങ്ങളും പല ദേശങ്ങളിൽ ഇപ്പം പല രൂപങ്ങളായി മാറി. അവസാനം നമ്മളുടെ ഇവിടുത്തെ ഇന്നിപ്പോൾ പറയുന്ന അന്നപക്ഷിയായത് എങ്ങനെ എന്നുള്ള പല കാലഘട്ടത്തിൽ നിന്നുള്ള വിളക്കുകളിലൂടെ ഇവിടെ വരുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. 11-ാം നൂറ്റാണ്ടിൽ മരീചി മഹർഷി എഴുതിയിരിക്കുന്ന ഒരു വിമാനാർച്ചന കൽപ്പ എന്ന് പറഞ്ഞൊരു സംസ്കൃത പുസ്തകമുണ്ട്. അത് തിരുപ്പതി ദേവസ്വം പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടി. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആചാരങ്ങളും വിളക്ക് സമർപ്പണങ്ങളും പിന്നെ വിളക്കുകളുടെ രൂപങ്ങളും എങ്ങനെ വിളക്കിലേക്ക് ചിരാതിൽ നിന്ന് വിളക്കിലേക്ക് വരുന്നതോ. കാരണം ചിരാതിൽ നിന്ന് നേരെ വിളക്കിലേക്ക് വരികയല്ല ഇത്. ഈ ചിരാത് വയ്ക്കാനുള്ള സ്റ്റാൻഡുകളുണ്ടായിരുന്നു. അതിന് പനസുകൾ എന്നാണ്. അതിപ്പോഴും ബീഹാറിൻ്റെ ആ നേപ്പാൾ ബോർഡർ, UPയുടെയും ബീഹാറിൻ്റെ നേപ്പാൾ ബോർഡറിലും നേപ്പാളിലും ഈ പനസുകൾ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിളക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആരാധന വിളക്ക് എന്ന് പറഞ്ഞിരിക്കണം ചിരാതാണ്. ആ ചിരാത് മാറുന്നത് ഈ പനസിൻ്റെ മുകളിൽ കയറുമ്പോഴാണ്. പിന്നെയാണ് നമ്മളുടെ നിലവിളക്കുകളും അങ്ങനെയുള്ള വിളക്കുകളൊക്കെ വരുന്നത്. ആ നിലവിളക്കുകളിൽ ആ രൂപമാറ്റം പിന്നെ വരുന്നത് ഈ ഇസ്ലാമിക് ഇൻവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന തിരിച്ചാലുകൾ. അപ്പോൾ അതുപോലെ തന്നെ ഈ തൂക്കാനുള്ള ചങ്ങലക്കൊളുത്തുകളുണ്ടല്ലോ, അത് ചില ബ്രിട്ടീഷ് വിളക്കുകളിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുണ്ട്. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള വിളക്കാണിത്. ഹെർമീസ് ദേവന്റെ തല ആലേഖനം ചെയ്ത ഈ വിളക്ക്, ഇത് റോമ സാമ്രാജ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കാണ്. ഏകദേശം 2000 വർഷത്തെ പഴക്കമാണ് കണക്കാക്കുന്നത്. കുലവിളക്ക്, ആൽവിളക്ക്, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്, രാവണ വിളക്ക്, മാടമ്പി വിളക്ക്, സൂഫി കവിത ആലേഖനം ചെയ്ത വിളക്ക് തുടങ്ങിയവയും ശേഖരത്തിലുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇത് ബൾബാണെന്ന് തോന്നും. പക്ഷേ ഇത് ബൾബല്ല, ഇതൊരു മണ്ണെണ്ണ വിളക്കാണ്. സാധാരണ മണ്ണെണ്ണ വിളക്ക് കത്തുന്നത് മുകളിലേക്കായിരിക്കും. പക്ഷേ ഇത് തല തിരിഞ്ഞാണ് ഇതിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിളക്ക് താഴേക്കാണ് കത്തുക. അതാണ് ഇതിൻ്റെ സവിശേഷത. വിളക്കുകളിൽ വരുന്ന മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തെയും ഭരണാധികാരികളെയും അടയാളപ്പെടുത്തുന്നുണ്ട്. ചില വിളക്കുകൾ എന്നെ അന്വേഷിച്ച് വരുന്നവർ വരുന്നിട്ടുണ്ട്. ആ ഒറിജിനൽ പേർഷ്യൻ വിളക്ക് തന്നെ എനിക്ക് ഹൈദരാബാദിൽ നിന്നാണ് കിട്ടുന്നത്. ആ പഴയ നൈസാമിൻ്റെ കാലത്ത് കൊണ്ടുവന്നതായിരിക്കണം. അങ്ങനെയാണ് ആ പേർഷ്യൻ വിളക്ക് എനിക്ക് കിട്ടുന്നത്. അതേപോലെ പല ഭാഗത്ത് നിന്ന് രാവണ വിളക്ക് എന്നെ അന്വേഷിച്ച് വന്നതാണ്. കാരണം ആ തന്ന ആൾക്കാർ രാവണ വിളക്ക് അന്ന് അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ രാവണ വിളക്ക് എൻ്റെ കയ്യിലെത്തിയത്. അപ്പം ഞാൻ വിളക്ക് അന്വേഷിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കണക്ട് ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് 6 മ്യൂസിയങ്ങൾ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു മ്യൂസിയം ഈ മ്യൂസിയം ഞാൻ ഒരു വൃത്തിയായിട്ട് ക്യൂറേറ്റ് ചെയ്യണമെങ്കിൽ
മിനിമം എനിക്കൊരു 5000 സ്ക്വയർ ഫീറ്റ് ഏരിയ വേണം. അപ്പോൾ അത് കിട്ടുന്നവരെ പഠനാവശ്യങ്ങൾക്കും അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി മാത്രമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലൈറ്റ് ഹൗസുകളെക്കുറിച്ച് ഇദ്ദേഹം 12 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. വീട് തന്നെ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രസാദ്. ഈ അപൂർവ വിളക്കുകൾക്ക് മാത്രമായി പ്രത്യേകം മ്യൂസിയം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കും അഖിൽ കക്കോടിക്കുമൊപ്പം സമീർ സി മുഹമ്മദ്.